ഞാൻ ഓർക്കുന്നത് അന്ന് 2 പേരാണ് മരിച്ചത്. 4-5 പേർക്ക് അന്ന് ബേൺസ് ഒക്കെ പറ്റി. വേറെ പൊട്ടിത്തെറി അത് ഈ രാത്രിയിൽ ഈ ഓയിൽ ടാങ്കർ കുറേ 10-50ഓളം എനിക്ക് തോന്നുന്നു ടാങ്കേഴ്സുമായിട്ട് വലിച്ചുകൊണ്ടായി ട്രെയിൻ പോയത്. അപ്പം അങ്ങനെ പോയപ്പോൾ വർഷം 1986 സെപ്റ്റംബർ 25 ഒരു ഇരുണ്ട രാത്രി ചങ്ങനാശ്ശേരിയെ നടുക്കിയ ഒരു വലിയ സംഭവം ഉണ്ടായി. ഏതാണ്ട് ഒരു 40 വർഷത്തിനപ്പുറം പ്രായമുള്ള ചിലർക്കെങ്കിലും ആ സംഭവം ഓർമ്മ വരും. സംഭവം നടക്കുന്നത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു ഓയിൽ ടാങ്കർ വല്ലാതെ തീ പിടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, 2 ജീവൻ നഷ്ടപ്പെടുന്നു. ചങ്ങനാശ്ശേരിയല്ല, കോട്ടയം ജില്ലയെ തന്നെ ഇളക്കി മറിച്ച ഒരു സംഭവമായിരുന്നു. കാരണം 1986 എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെക്കാൾ എത്രമാത്രം പുറകിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും CTVയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ മുൻപ് പുറത്തു ഇറക്കിയ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ തരുന്ന വലിയ സ്വീകാര്യതയ്ക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏതായാലും ചങ്ങനാശ്ശേരിയെ സംബന്ധിക്കുന്ന മാത്രം വാർത്തകളും വ്യക്തികളും വിശേഷങ്ങളുമാണ് ഞങ്ങൾ ഈ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരിയിൽ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഇന്ന് 1986 ചങ്ങനാശ്ശേരിയെ നടുക്കിയ ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ രമേശ് മാത്യു ആണ്. അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ആ സ്ഫോടനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്, പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. രമേശ് സാറിനെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം മാട്ടെ. രമേശ് സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. കാരണം ഞാൻ മറന്നുപോകുന്ന കാര്യങ്ങൾ കൂടി സാർ ഓർമ്മിപ്പിക്കാറുണ്ട്. ചില ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ CTVയുടെ പ്രേക്ഷകര് നമുക്ക് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹം വളരെ മെമ്മറി സൂക്ഷിക്കുന്ന മനുഷ്യനാണല്ലോ. താങ്ക് യു. വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നല്ലോ. അത് ഇൻട്രസ്റ്റ് നിങ്ങളൊക്കെ എപ്പോഴുള്ളവരൊക്കെ ഓരോ താല്പര്യം എടുക്കുമ്പം അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് പറയും. ഏതായാലും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പൊ 86 ഈ ഒരു സംഭവം, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച ഈ ഒരു ദുരന്തം, അതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികൾ, പിന്നീട് എന്ത് സംഭവിച്ചു, ഇതൊക്കെയാണ് ഈ പുതിയ തലമുറയ്ക്ക് അറിയാനുള്ളത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? 86 ഈ സെപ്റ്റംബർ 25 എന്നൊക്കെ പറഞ്ഞ ഞാൻ എൻ്റെ പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ വേണ്ടി കോഴിക്കോടിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ബ്ലാസ്റ്റ്. ഞാനന്ന് കോഴിക്കോട് ദേവഗിരി കോളേജ് പഠിക്കുമ്പോഴാണ്. എന്താ ഡിഗ്രി? അന്ന് ഡിഗ്രിക്ക് പഠിക്കുക. PGക്ക് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു കൺഫ്യൂഷൻ കാണുമല്ലോ, എന്തിന് ചേരണം അങ്ങനെ. അതിനൊക്കെ മുമ്പായിട്ട് ആ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. റെയിൽവേ സ്റ്റേഷനിലാണോ വന്നത്? അല്ല, റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ബ്ലാസ്റ്റ് നടന്നത്. ആ ദിവസങ്ങളിലാണ്, അത് ഏതാണ്ട് അതിൻ്റെ അടുത്ത ദിവസമായിട്ടാണ് എനിക്ക് നന്നായിട്ട് ഓർമ്മ കണക്ട് ചെയ്യുവാണ്. അങ്ങനെയാണ് ഞാനന്ന് കോഴിക്കോട് ദേവഗിരി കോളേജ്, ദേവഗിരി സെൻറ്റ് ജോസഫിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് PGക്ക് SBയിലേക്ക് വരുന്നതിന് മുമ്പത്തെ ആ ഗ്യാപ്പിലാണ് ഇത് നടക്കുന്നത്. അതെ. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്നത് അന്ന് 2 പേരാണ് മരിച്ചത്. 4-5 പേർക്ക് അന്ന് ബേൺസ് ഒക്കെ പറ്റി. വേറെ പൊട്ടിത്തെറി അത് ഈ രാത്രിയിൽ ഈ ഓയിൽ ടാങ്കർ കുറേ 10-50ഓളം എനിക്ക് തോന്നുന്നു ടാങ്കേഴ്സുമായിട്ട് വലിച്ചുകൊണ്ടായി ട്രെയിൻ പോയത്. അപ്പം അങ്ങനെ പോയപ്പോൾ എന്തോ മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ട് ആ ട്രെയിൻ നമ്മുടെ സ്റ്റേഷൻ്റെ തെക്കേ അറ്റത്തായിട്ട് എനിക്ക് വന്ന പണ്ടൊരു ഗേറ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ, ആ ഗേറ്റ് കടന്നായിരുന്നു തല. അവിടെ എങ്ങാണ്ടാണ് അവിടെ കറക്റ്റ് ആ ഭാഗത്തായിട്ടാണ് തല വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നപ്പം ട്രെയിൻ എന്തോ മെക്കാനിക്കൽ ഫോൾട്ടായിട്ട് ഇറങ്ങി ഡ്രൈവർ വന്ന് അവിടെ വണ്ടി നിർത്തി ഇവിടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടി വിളിച്ചപ്പോൾ ഇവിടുത്തെ ഗ്യാങ് മാനും ഇങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടിക്കാർ, എമർജൻസിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ വിളിച്ച് കൊണ്ടുപോയതാണ്. അപ്പം അവരിൽ അന്ന് മണ്ണെണ്ണ വിളക്കായിരുന്നു തോന്നല്ലേ? മണ്ണെണ്ണ വിളക്കായിരുന്നു. സാധാരണ അന്നത്തെ കാലത്ത് ഈ ട്രാക്ക് പരിശോധിക്കാൻ പോകുമ്പോൾ ഈ റാന്തൽ പോലത്തെ ഇത് അതുമായിട്ട് അവർ പോയത്. അത് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ എഞ്ചിൻ്റെ അടുത്തെങ്ങാണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് ഉള്ള സ്പാർക്കാന്ന് പറയുന്നു. ഈ ലീക്ക് അങ്ങനെയാണെന്നാ കേട്ടത്. അങ്ങനെയോ മറ്റോ ലീക്കാണോ അതോ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ചൂടുണ്ടായിരുന്നു ആ ടൈമിൽ പുറത്ത്, എന്താണോ അങ്ങനെ എങ്ങാണ്ടാണ് ഞാനന്ന് പേപ്പറിൽ വായിച്ചത്. എന്നിട്ട് അന്ന് ഇതിലാണ് പെട്ടെന്ന് തീ അങ്ങ് ഭയങ്കരമായിട്ട് പൊങ്ങി. അപ്പോൾ ഇത് പണിതുകൊണ്ടിരുന്ന 2 ജീവനക്കാർ, ഒരാളുടെ പേര് പ്രതാപചന്ദ്രൻ, മറ്റേ ആളുടെ പേര് സ്വാമിനാഥൻ. അതിൽ ഈ പ്രതാപചന്ദ്രൻ ഒരു നല്ല ബോൾ ബാഡ്മിൻ്റൺ പ്ലെയറും കൂടെ ആയിരുന്നു. സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടിയതായിരിക്കാം. അപ്പോൾ പുള്ളി അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അസംഷൻ കോളേജിലും പാർഷ്യലായിട്ട് SB കോളേജിലും ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് ഈ പ്രതാപചന്ദ്രൻ. ചെറുപ്പക്കാരൻ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു.
അപ്പം അന്ന് അതിൻ്റെ ഈ മറ്റേ പുള്ളി വർക്കലയുടെ അടുത്ത് അവിടെ എവിടെയോ ആയിരുന്നു പുള്ളിയുടെ വീട്. മറ്റേ മരിച്ചുപോയ മറ്റേ ആളും ചെറുപ്പം 10-26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണമൊന്നും കഴിക്കാത്ത ആളായിരുന്നു എൻ്റെ അറിവ്. അയാളുടെ പേര് സ്വാമിനാഥൻ. പുള്ളി ഷൊർണൂറുകാരനായിരുന്നു. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്വാമിനാഥൻ്റെ ബ്രദറിനെ, ഹരിനാരായൺ എന്ന് പറഞ്ഞ ബ്രദറിനെ ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ടു. ഇത് സത്യത്തിൽ അന്ന് ഈ 2 പേർക്ക് അവർ ബേൺ ഇഞ്ചുറി ഉണ്ടായി, രാത്രിയിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3-4 പേര് വേറെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പരിക്കുകളൊക്കെ പറ്റിയായിരുന്നു. നമ്മുടെ സ്റ്റേഷൻ കെട്ടിടത്തിന് സ്റ്റേഷൻ ഒന്നും പറ്റിയില്ല. ഒരു കണ്ടെയ്നർ ആണോ പൊട്ടിയത്? ആ മുമ്പിലത്തെ എഞ്ചിൻ്റെ അടുത്തുള്ള 3-മത്തെയോ 4-മത്തെയോ ഓയിൽ ടാങ്കറിനാണ് ഇതുണ്ടായ ലീക്ക്. അങ്ങനെ തീ പിടിച്ചപ്പം ഭയങ്കര പേടി സ്വപ്നം. അന്ന് ചങ്ങനാശ്ശേരിയിലെ ആൾക്കാർ മൊത്തത്തിൽ ഭയന്നു പോയി. കാര്യം എന്ന് വെച്ചാൽ അതുപോലെ മുകളിലോട്ട് ആണ് തീ ഭയങ്കരമായിട്ട് ആളി കത്തിയതേ. നിസ്സാരമല്ലല്ലോ. രാത്രിയിൽ ഇരുണ്ട് പോയെന്നാ പറഞ്ഞത് അതിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ എന്നോട് പറഞ്ഞു ചങ്ങനാശ്ശേരി. അപ്പോൾ ഈ രാത്രിയിലത്തെ ഈ തീപിടുത്തമൊക്കെ കഴിഞ്ഞ് അന്ന് ഈ 5 പേരെക്കാണ്ട് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഒരാൾ അവിടെ എത്തിയപ്പോഴേ മരിച്ചിരുന്നു. 2-മത്തെ ആള് 1-2 ദിവസം കഴിഞ്ഞാണ് മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പൊള്ളലേറ്റ് മരിച്ചു അവർ 2 പേര്, ഈ സ്വാമിനാഥനും പ്രതാപേന്ദ്രനും. ആ ചെറുപ്പക്കാർ 2 പേര് അവർ മരിച്ചു. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ മരിച്ചെന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ മെമ്മോറിയലായിട്ട് ചങ്ങനാശ്ശേരി സ്റ്റേഷൻ, അന്ന് ആ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരു സ്മാരകശില വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അകത്തോട്ട് കയറി വരുമ്പം എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറുമ്പം അവിടെ തന്നെ കാണാമായിരുന്നു ഒരു സ്മാരകശില. അപ്പോൾ ഈ അന്ന് അത് 86-ലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ സ്റ്റേഷൻ ബിൽഡിംഗ് നിങ്ങൾക്ക് ഓർമ്മ കാണും, പഴയ ബിൽഡിംഗ്. അതെ, അതിന് 3 കൊല്ലം മുമ്പായിരുന്നു ആ ബിൽഡിംഗ് പുതുക്കി പണിത്. അതെല്ലാം കഴിഞ്ഞ് ഈ സംഭവം ഞാൻ സ്ഥിര യാത്രക്കാരനായിട്ടൊരു 7 കൊല്ലം ചങ്ങനാശ്ശേരി എറണാകുളം പൊക്കോട്ടൊക്കെ ഇരുന്നു. അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് 2007 ഈ സ്റ്റേഷൻ ബിൽഡിംഗ് പിന്നെ നല്ല പുതുക്കി പണിത്, പഴയ ബിൽഡിംഗ് പുതുക്കി പണിതു. അപ്പോൾ അന്ന് ചെയ്ത കോൺട്രാക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്മാരകശില അടക്കം അവിടെ ഉണ്ടായിരുന്ന സകലതും എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ അവിടെ അതില്ല. അത് വല്ലാത്ത ഇതെങ്ങനെ അയാൾക്ക് അത് തോന്നിയെന്നുള്ള, ഇവനെയൊന്നും ആരും ഗൈഡ് ചെയ്യാനില്ലായിരുന്നു ഇങ്ങനെയുള്ള. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഈ സ്മാരകശില അവിടെ ഉണ്ട് അതിനെപ്പറ്റി ഒരു ഇത് ചെയ്യാൻ വേണ്ടി ഒരു വേറൊരു ചാനലുകാരൻ വേണ്ടി ഈ സംഭവം അറിയാൻ വേണ്ടി സ്മാരകശില ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്കൊരു താല്പര്യം ചങ്ങനാശ്ശേരി വന്നൊരു സ്റ്റോറി ചെയ്യണം. അയാൾ തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്ന കാര്യമൊക്കെ പറഞ്ഞു. അങ്ങേര് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ 2 സുഹൃത്തുക്കളെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പം അതിലൊരാൾ വർഷങ്ങളായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിയുടെ പേര് ഷാജി കുര്യാക്കോസ് എന്നാണ്. പുള്ളി പായിപ്പാടുകാരനാണ്, 4 കോടി. പുള്ളി ശ്രദ്ധിക്കുന്നില്ല. പുള്ളി ജോലിക്ക് പോയിട്ട് വൈകിട്ട് വേണാടെ തിരിച്ചു വരും, അല്ല ഷട്ടിലെ തിരിച്ചു വരും. പുള്ളി പെട്ടെന്ന് സ്കൂട്ടർ എടുത്ത് വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് പുള്ളി 2ാമത് വന്ന് സ്റ്റേഷനിൽ വന്ന് ഇത് തപ്പാൻ വേണ്ടി വന്നപ്പോഴാണ് പുള്ളി പെട്ടെന്ന് ഈ കാര്യം ഓർത്ത്. സ്റ്റേഷൻ ബിൽഡിംഗ് പുതുക്കിപ്പെടുന്നല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. പുള്ളി അവിടെ മുഴുവൻ തപ്പി ഈ സാധനം അവിടെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത് നോക്കാൻ വേണ്ടി. അത് പുള്ളി പോയി നോക്കിയിട്ടും ഇത് കണ്ടില്ല. അപ്പോഴാണ് സംഭവം ഈ പണി നടന്നപ്പോൾ പോയതാണ്. അവിടെ നിന്നവരാരാണ്ട് പറഞ്ഞു ഈ സംഭവം. അന്വേഷിച്ചപ്പോൾ ഈ സാധനം ഇല്ല, മിസ്സിങ്. സ്റ്റേഷൻ മാസ്റ്റർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പോയി വേറെ ആൾക്കാരല്ലേ വരുന്നത്. അന്നിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആരാന്ന് എങ്ങനെ അറിയാം? 2007 അത് മുഴുവൻ കംപ്ലീറ്റ് റെക്കോർഡ് നോക്കണം. അപ്പോൾ എന്താണെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർക്കല്ല ഇത് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അവർ സത്യത്തിൽ ഇത് നോക്കാതിരുന്നതാണോ അതോ എന്തോ, ഏതായാലും ഇത് മിസ്സിങ് ആയി. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള എന്നാ വെച്ചാൽ 67 വീരജവാൻ നമ്മുടെ ശാന്തിപുരംകാരൻ ജോർജ് ഏട്ടൻ, ഒരു ക്യാപ്റ്റന്റെ അവിടെ ഇരിപ്പുണ്ട്. അത് തന്നെ, ജോർജ് ഏട്ടൻ പോയിട്ട് ഇൻഡോ പാകിസ്ഥാൻ പട്ടാളം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം 65 അതിന് ജോർജ് ഏട്ടനെ ആനയിക്കാൻ വെച്ച സ്മാരകമായിട്ട് അത് ജോർജ് ഏട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 96 വയസ്സെങ്ങാണ്ടായി. പുള്ളി അവിടെ കറുകച്ചാൽ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പം അതവിടെ ഇരിപ്പുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. പക്ഷേ അത് കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞ് 22 വർഷം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ വെച്ച സാധനം ഇപ്പം അവിടെ ഇരിപ്പില്ല. അത് മിസ്സിങ്ങാണ്. ഞാൻ ഈ അപകടത്തിൽ മരിച്ച സ്വാമിനാഥൻ്റെ സഹോദരൻ ഹരിനാരായൺ, പുള്ളിക്ക് ഇങ്ങനെ ആശ്രിത നിയമനം കിട്ടി. സഹോദരൻ മരിച്ച ഇതിൽ കയറി ഈ ആക്സിഡൻറ്റിൽ മരിച്ച ആളുടെ സഹോദരൻ ഇപ്പം റെയിൽവേയിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്, കോച്ച് മെയിൻ്റനൻസ് ഡിപ്പോയിലുണ്ട്. അപ്പം ഞാൻ അങ്ങേരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് നമ്പർ കിട്ടി. അതെൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു സെബാസ്റ്റ്യനാണ് തന്നത്. സെബാസ്റ്റ്യൻ ശരിക്കും ചങ്ങനാശ്ശേരിക്കാരനാണ്. വർഷങ്ങൾ മുമ്പ് ഇവിടുന്ന് പയ്യന്നൂരിലേക്ക് കുടിയേറിയ ആളാണ്. പുള്ളി വഴിക്ക് കിട്ടി. ഞാനിത് ഫോളോ അപ്പ് ചെയ്തു. അങ്ങേരെ അപ്പോൾ കിട്ടിയപ്പോഴേ എന്നോട് ചോദിച്ചത് ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ എൻ്റെ
സഹോദരൻ്റെ മെമ്മോറിയലായിട്ടൊരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതുണ്ട്, അതിപ്പോൾ ഇല്ലാതെ പോയി, ഞാനത് കാണണമെന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അന്നേരം ഇതവിടെ മിസ്സിങ് ആയെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കൊരു വിഷമം ഉണ്ടായി. പുള്ളിയുടെ സഹോദരൻ്റെ പേരിലുള്ള സ്മാരകശില, സഹോദരൻ്റെയും പുള്ളിയുടെ കൊളീഗായിരുന്ന പ്രതാപൻ്റെയും പേരിലുള്ള ഇതാണ്. സ്വാമിനാഥൻ എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് 1 വർഷത്തെ ചില്വാനം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് റെയിൽവേ ജോലി കിട്ടിയത്. അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇതിനെപ്പറ്റി അന്വേഷണം നടത്താൻ വേണ്ടി ഞാൻ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് ഒരു ലെറ്റർ എഴുതി. 2021 അവസാനമായിരുന്നു തോന്നുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് ഒരു 10-15 ദിവസത്തിനകത്ത് എനിക്ക് മറുപടി കിട്ടി. പ്രതികരിച്ചെന്ന് തന്നെയല്ല, അദ്ദേഹം ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചതിൽ അദ്ദേഹം ഇപ്പോൾ പുള്ളി എന്നോട് മറുപടി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ എൻ്റെ 17 വർഷത്തോളം ചങ്ങനാശ്ശേരിയിൽ ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ നാട്ടിൽ വന്ന ഒരു സെർച്ച് ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇല്ലാതെ വന്നപ്പോൾ അപ്പം പുള്ളി റെസ്പോണ്ട് ചെയ്തു. പുള്ളി ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഞാനിതിന് ഇനിഷ്യേറ്റ് ചെയ്യാം, നിങ്ങളിത് ഈ വിഷയം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട്. അന്നൊരു ശ്രീവാസ്തവ എന്നോ മറ്റോ പറഞ്ഞൊരു റെയിൽവേ മാനേജർ, ഡിവിഷണൽ റെയിൽവേ മാനേജറായിരുന്നു ഇവിടെ ഇരുന്നത്. അത്രയും വരെ അവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ഒന്നും കാണാത്ത കാരണം ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡെന്നി എന്ന് പറഞ്ഞൊരു കോളേജ് ലെക്ചറുണ്ട്, ഡെന്നി തോമസ്. പുള്ളി കൊല്ലം ഫാത്തിമ കോളേജ് മാനേജ്മെൻറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയം രണ്ടാമതൊന്ന് ഈയിടെ പിന്നെയും റെയിൽവേക്ക് കൊടുത്തു. അതിനൊപ്പം തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ഈ വിഷയം ഡയറക്റ്റായിട്ട് ഇവിടുത്തെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. റെയിൽവേ വിസിറ്റിന് വന്നപ്പോൾ സെയ്ദ്, അതായത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം ചങ്ങനാശ്ശേരി ഈസ്റ്റ് മണ്ഡലം പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, സെയ്ദ് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ പുള്ളിക്കാരൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം എൻ്റെ ഇതിലുണ്ട്, ഓൾറെഡി ഇതിലുണ്ട്. മറ്റേത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പുതിയ ബിൽഡിംഗ് വെക്കണോ പഴയത് വെക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് അന്ന് വെച്ചിരുന്നിടത്ത് തന്നെ വെക്കുവാണ് നല്ലത്. ആ ബിൽഡിംഗ് വെറുതെ അബാൻഡൻ ചെയ്യാനുള്ളതല്ലല്ലോ, ആ ബിൽഡിങ്ങിൽ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത് കേട്ട് ഇനിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റീസ്റ്റോർ ചെയ്യാം എന്നൊരു അഷുറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൊടിക്കുന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എല്ലാ സ്റ്റേഷനുകളിലും ഇതുപോലെ എന്തെങ്കിലും ഓരോ സ്മാരകശിലകളൊക്കെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഉണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കോട് പോകുമ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം പണ്ടത്തെ വാഗൺ ട്രാജഡിയുടെ ഇതിനു വേണ്ടിയുള്ള ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആലുവായിൽ ഇതുപോലെ എന്തോ സ്മാരകശിലയുണ്ട്. നമുക്ക് ചങ്ങനാശ്ശേരിക്കുള്ള ഒരു സ്മാരകശില നഷ്ടപ്പെട്ടിട്ട് നാട്ടുകാരും ഇതുവരെ അനങ്ങിയിട്ടില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് കാരണം മാത്രം നമ്മളിത് രണ്ടാമത് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് രണ്ടാമത് റേസ് ചെയ്തുകൊണ്ട് വന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട MP ഇപ്പം ഇതിൽ ഇൻ്റർവെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം ചിലപ്പോൾ ഇത് വരാം. അത് നമ്മൾ എത്ര നാൾ കഴിഞ്ഞെന്ന് എനിക്ക് അഷുറൻസ് ഇല്ല. ഇപ്പം നടക്കുന്ന വികസന പരിപാടികളുടെ ഭാഗമായിട്ട് തന്നെ ഇത് ചെയ്ത് തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചരിത്രം വിസ്മൃതിയിലായി പോകാനുള്ളതല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടത് കൂടിയാണ്. കാരണം അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ ചരിത്രങ്ങൾ കൈമാറാനുള്ള ബാധ്യതയുള്ളവരാണെന്നുള്ള ബോധ്യത്തോടെയാണ് നാം ജീവിക്കേണ്ടത്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ഇതുപോലുള്ള ഒട്ടേറെ സത്യങ്ങളും ചരിത്രങ്ങളും മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് ഞങ്ങളോട് പങ്കുവയ്ക്കണം. ഈ 1986 നടന്ന ഈ ഒരു ട്രാജഡിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ ദയവായി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം. ഇതുപോലുള്ള മറ്റു സംഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. CTV യൂട്യൂബിലുമുണ്ട്. ഫേസ്ബുക്കിൽ CTV ലഭിക്കാത്തവർക്ക് യൂട്യൂബിലും ലഭിക്കുന്നതാണെന്നുള്ള വിവരം, ചങ്ങനാശ്ശേരി TV എന്ന ID-യിൽ ലഭിക്കുന്നതാണെന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റു ചില ചരിത്ര വിഷയങ്ങളുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.